ഷെയ്ക്ക് അടിക്കാൻ പോയ ഇവിടെ അടിയിൽ കൂടെ ഒളിഞ്ഞു നോക്കണം, ആരിനെ ഒളിഞ്ഞു നോക്കണം കൂടെ. ഇപ്പോൾ ഇവിടെ ബാക്കിലിരിക്കുന്ന കുട്ടീൻ്റെ തലയിൽ ഹെയർ ബാൻഡ് നല്ല ഭംഗിയുണ്ട് അത്രേ. അമ്മ അതുപോലെ എനിക്കൊന്ന് വേണമെന്ന്. രാവിലെ തന്നെ ഈ അംഗം വിട്ട് നടക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇന്ന് കുഞ്ചുമൻ്റെ സ്കൂളിൽ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ് കേട്ടോ. എപ്പോഴും രാവിലെ വൈകുന്നേരം വെക്കുന്നവർ ഇപ്രാവശ്യം രാവിലെ വെച്ചു. അതുകൊണ്ട് ഒരു മനസ്സമാധാനമുണ്ട്. പുറപ്പെട്ട് റെഡിയായി റോഡിലെത്തിയപ്പോൾ അവിടെ നബിദിന ആഘോഷങ്ങളാണ്. അവിടെ നിന്നുള്ള പായസം തന്നു, അതും കുടിച്ച് തെമ്പായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം പരാതികൾ കേൾക്കണമല്ലോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് 18ാം പടി കയറുന്ന പോലെ സമയമായി ശരണയ്യപ്പം എന്ന് പറഞ്ഞാൽ അവൾ കയറുന്നുണ്ട്, അവളുടെ പിന്നാലെ ഞാനും കയറുന്നുണ്ട് കേട്ടോ. പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞത് എനിക്ക് ആകെ ഒരു തലചുറ്റൽ പോലെ തോന്നി. കാരണം എല്ലാ പ്രാവശ്യം അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറയുന്ന മിസ്സുമാർ ഇപ്രാവശ്യം വളരെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ബോധക്ഷയം തന്നെ ഉണ്ടായിട്ടോ. ആ ബോധക്ഷയം മാറ്റാനായിട്ട് ഷെയ്ക്ക് അടിക്കാൻ പോയി. എനിക്കൊരു ചായയും പപ്സും, അതിൻ്റെ കാലാണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ. ഞാനും പപ്സും ചായയും കുടിച്ചു. പൊന്നുകുട്ടി എൻ്റെ ഒപ്പം കഴിക്കുന്നുണ്ട്. കുഞ്ചുമനി ഈ പപ്സൊന്നും ഭയങ്കര ഇഷ്ടമല്ല, ഷെയ്ക്ക് ഓൺലി ഷെയ്ക്ക്. അങ്ങനെ അവർക്കൊരു ഷെയ്ക്ക് അടിച്ച് രണ്ടുപേരും കൂടി കുടിക്കുകയാണ്. ഈ ചേച്ചി പറയുന്ന പോലെ താലോട്ടല്ല മേലോട്ട് വലിക്കും എന്ന് പറഞ്ഞ് മേലോട്ട് വലിച്ച് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ബസ്സിലാണ് വന്നത്. വീടെത്തുമ്പോൾ വീട്ടു മുമ്പിൽ 2 ബൈൽവാന്മാരുണ്ട്. അവർ ഞങ്ങളെ കണ്ട് ഓട്ടം പോയി ഇരിക്കുമ്പോഴേക്കും അമ്മ പറഞ്ഞു മണ്ണൊക്കെ കുറച്ച് വെട്ടിയിട്ടുണ്ട് മകനെ, നീ വന്ന് നോക്കുന്നു. പോയി അതൊക്കെ നന്നായി നോക്കിയിട്ട് വരുമ്പോഴേക്കും വെയിലല്ലേ. അപ്പോൾ എനിക്ക് സർബത്ത് കലക്കി തന്നു, അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നാൽ. അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.